സ്റ്റൈൽസ് അടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് സ്റ്റൈൽസിന് ഞാൻ ഒരു സ്പെഷ്യൽ മെസ്സേജ്. അതെ അതെ മൈക്കിടെ വരാതെ അടിച്ചിട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്. പീഡിയിലാണോ പോണേ? സ്റ്റൈൽസ് ആദ്യമേ വണ്ടി ഒന്ന് ഇടിക്കണം, എന്നിട്ട് പിന്നെ അടിച്ചു പോകും. ടെക്സാസ് ഗാംഗോസിന്റെ അങ്ങോട്ട്, ടെക്സാസ് ഗാംഗോസ്. എന്റെ വണ്ടി പറഞ്ഞു കിടക്കി കുണ്ണ. ആ വണ്ടി മറിഞ്ഞു കിടക്കുകയാണെങ്കിൽ വേറെ വണ്ടി എടുക്ക, അപ്പുറത്തല്ലേ ഗ്യാരേജ് ഇരിക്കുന്നേ. പൊട്ടറാണോ? എടാ നിങ്ങളെ വണ്ടിയാൻ പോയിട്ട് നീ മെഴുകിയാലേ. നീ തിരിഞ്ഞു നോക്കണ്ട. ഇപ്പൊ ഇങ്ങോട്ട് വരും, മുതുകിലോട്ട് വരും. ഇവിടെ മൊത്തം നീയൊക്കെ മിണ്ടാണ്ടിരിക്കാവോ? ടെക്സസ് ഗാംഗോസിന്റെ ഉള്ളിൽ കേട്ടാ, ആ മറ്റേ ഗാംഗോസിന്റെ പുറകിലെ മറ്റേ ഇതില്ലേ, ടെക്സസ് ഗാംഗോസിന്റെ ഉള്ളില്. നീ വില കൊടുത്ത് വാങ്ങിയതാണോ? ടെക്സസിന്റെ ഉള്ളിൽ മറ്റേ പുറകില് മറ്റേ കുളം കണക്കില്ലേ, പെട്ടെന്ന് നാളെ ഇവനെ ലെഫ്റ്റ് അകത്തോട്ട് കയറിക്കോ. ഇത് കറക്റ്റ് മെറ്റെന്ന് തന്നെ പറയും കേട്ടു. അവളെ എടാ മെറ്റെന്ന് പറയണ കുണ്ണേ. ഇവിടെ അവൻ ഇറങ്ങട്ടെ, വെളി ഇറങ്ങട്ടെ. എന്തേലും അങ്ങനൊന്നും കിട്ടത്തില്ല. നീ അതുമാതിരി നിനക്ക് മറ്റേതാണെങ്കിൽ പറഞ്ഞേലും പറയാം, നിനക്ക് നിന്നെ ആരും ഓർമ്മിപ്പിച്ചെന്നെങ്കിലും പറയാം. അവൻ ഇറങ്ങത്തില്ല, അവൻ മറ്റേ പുഷ്പിക്കാൻ നിൽക്കുക. നീ അവിടെ വണ്ടി വർക്ക് ചെയ്തിട്ട് ലൈവ് നോക്കിയേ. നീ വണ്ടി വർക്ക് ചെയ്തിട്ട് ലൈവ് നോക്കി. എന്റെ പടച്ചോൻ ഇവിടെന്നെല്ലാം അടിച്ച് പെരക്കി കൊടുക്കണം. ഓൻ വെള്ളത്തിൽ വീണോ, ഓൻ വെള്ളത്തിൽ വീണോ. എടാ നീ നടന്നോ വണ്ടി കൊണ്ട് പോലെ വീഴത്തില്ല. കണ്ടടാ, ഓൻ കണ്ടു തോന്നുന്നു. കണ്ടോ? കണ്ടില്ല. ഈ മുതുക്കന്റെ തലയോട്ടടി. എടോ വണ്ടി എടുക്കുന്നു. അവൻ പോവാണ് ഇവിടുന്ന്. നീ വെളിയിൽ പോണില്ല. എടാ എന്റെ ലൈവ് കളി ഏതോ നിക്കണം അവൻ. മെല്ലെ പോട്ടെ. അവൻ കേറും. നീയൊക്കെ പോയി കഴിഞ്ഞാൽ മെറ്റേന്ന് 100% പറയും. അതാ പറഞ്ഞേ മെറ്റ്. എടാ മെറ്റ് കഴിഞ്ഞ് നാളെ മെയിലേ നീ എന്ത് കാണിക്കാം. അവൻ ഇറങ്ങട്ടെ വെളിയില്. ബാക്കപ്പ് അല്ല, അവൻ അവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അവൻ പോയി. ഇനി അവന്റെ പുറകെ പോയി. പോയിട്ട് ആ വണ്ടി എടുത്ത് ഒരു ഇടി കൊടുത്താൽ മതി, എന്നിട്ട് അവൻ കുണയ്ക്കും. നീ എന്തിനാ കുണക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു അടി അടിച്ചു മതി. എടാ നീ നൈസായിട്ട് മുതുക്കോ, എനിക്ക് വണ്ടി മാറ്റി. സ്റ്റൈൽസേ നൈസായിട്ട് മുതുക്കോ, വണ്ടി മാറ്റി. എന്തിന് വണ്ടി മാറ്റി പറയുന്നത് അവൻ കണ്ടറ. അവൻ കണ്ടില്ല വണ്ടി കണ്ടില്ല. അപ്പൊ ശരില്ല. അവൻ പെണ്ണിന്റെ കുണ്ണാൻ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടൊന്നുമില്ല. എങ്ങോട്ടോ അവൻ മറ്റേ ഇവിടെ തിരിച്ച് പീഡിന് മുന്നേ കൂടെ പോകുന്നത്. പെട്രോൾ ഇല്ല. ദാരിദ്ര്യം. 3 കോടി ഉണ്ട് പോലെ. 3 കോടി ഇല്ല, 200 കോടി 300 കോടി. അവൻ മറ്റേ ഇപ്പൊ ഇവിടെ കോസ്മിക്കലി ഇതിന്റെ ഉള്ളില് മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു, സിനിമ ഷൂട്ടിംഗ് കേട്ടോ. ചാവണ പെട്രോൾ പമ്പിൽ കയറി സിനിമ ഷൂട്ടിംഗ്. സിനിമ അടിക്കാൻ പോണ ഇതിന്റെ ഉള്ളിൽ വന്ന് സുഖമായിട്ട് അടിച്ചു പോലെ. നിനക്ക് പെട്ടെന്ന് കവറുണ്ട് പറയാം. അവൻ ഹെൽമെറ്റും ഇല്ല. പെട്ടെന്ന് എടാ നീ ഇങ്ങനെ പറഞ്ഞാ മതി. നീ കൊറേ സമയത്ത് അവൻ കത്തി. തിരിച്ചു. നീ അവിടെ ചെല്ല്. ബിൽഡിങ്ങിന്റെ മണ്ടക്ക് കയറി കേക്കി. അവിടെ ബിൽഡിങ്ങിന്റെ മണ്ടക്ക് കയറാൻ പറ്റും. അവൻ സ്പോൺ ആവുമ്പോ തന്നെ 3 ടാപ്പ് ഈസി. വേണേ മാക്കാച്ചി കുത്തടിച്ചു കൊന്നു. എന്ത് പറയുന്നു? വേണോ മാക്കാച്ചി ഉണ്ടോ? എടാ മനസ്സിലായ സംഭവം. സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം.
ആണെങ്കിൽ ഐശ്വര്യനെ പോലെ ബൗ ബൗ എന്ന് പറയുന്നതിന് പകരം SRR ഇല്ലേ അതുകൊണ്ട് രചയിക്കും SRR ഒന്നും ഞാനില്ല. എന്നാ ഇങ്ങനെ പറഞ്ഞാ മതി, ലെഫ്റ്റ് പോ. ഇത് വന്ന് AKM സ്റ്റൈൽ ഷോപ്പി. ഇവിടുന്ന് ലെഫ്റ്റ്, ഇവിടുന്ന് റൈറ്റ്, ഇവിടുന്ന് റൈറ്റ്. ഞാൻ കണ്ടാറോളിയാടാ. എടാ നീ ഇങ്ങനെ പറഞ്ഞാ മതി, നീയൊക്കെ കാണാൻ റൈറ്റിലുണ്ട് റൈറ്റിലുണ്ട്. ആ ഫ്രണ്ടിലത്തെ ക്യാമറയുടെ റൈറ്റ്. ഫ്രണ്ടില്ലടാ അവളുണ്ട്, 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 അവളുണ്ട്. ഫ്രണ്ടില് ആ റൈറ്റ് ഇരിക്കുന്ന ക്യാരവന്റെ റൈറ്റില്. അങ്ങനെ അങ്ങനെ അതിന്റെ അകത്ത്. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഇത് അതിന്റെ അകത്ത് കേട്ടില്ലേ കുണ്ണേ? അങ്ങനെ കേട്ടില്ലേ? വൈര് മറ്റേക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ മയിര് ഇവള് നോക്കുന്നില്ല എന്തെന്ന് കേട്ടാ, ഇവിടെ നോക്കുന്നില്ല. അടിക്കട്ടെ അടിക്കട്ടെ. അല്ല ഇവിടെ അവളെ എന്തിനാ അടിക്കുന്നത്? എടാ നില്ല്, ഞാൻ ഇപ്പൊ എവിടെ കേറിക്കണം? നിക്ക് അവിടെ നിക്ക. അവൻ വരുമ്പോ പറയാം വെയിറ്റ്. അല്ല നിനക്കല്ലേ ആദ്യം കാണുന്നത്. അവന് വണ്ടി എടുത്ത് പോയാ മതി, വണ്ടി എടുത്ത് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഇടിക്കുക. അപ്പൊ ഇല്ല, അപ്പൊ അവള് കണ്ടിട്ട് പോലും ഇല്ല കേട്ടാ നീ വന്ന കാര്യം. വണ്ടി കൊണ്ട് പുഴിക്കല്ലേ കേട്ടാ, വണ്ടി കൊണ്ട് പുഴിക്കല്ലേ. വണ്ടി കൊണ്ട് അവൻ കണ്ടെടുക്കുന്നതിനും അടിച്ചേക്കണം. സ്റ്റൈൽസേ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ സ്റ്റൈൽസേ? ഇവർക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകും, അപ്പൊ നൈസായിട്ട് ആ വണ്ടി പോയിട്ട് ഒറ്റ അടി ഇടിച്ചാ മതി. അപ്പൊ വണ്ടി തെറിച്ചാല് ഓൻ പറയും എന്താ ഇതിന്റെ പ്രശ്നം എന്താന്ന് പറയുമ്പോ കൊടക്കുക, അപ്പൊ തിരിച്ചു കൊടുക്കും. അപ്പഴേ കണ്ടെടുത്ത് അടിച്ചേക്കണം. ആൾക്കാരെ ഒരു മൈരനാടാ സെക്കൻഡിൽ വരാൻ വേണ്ടി TX മെനു. അല്ല ബാക്കപ്പ് വിളിക്കും, അടിച്ചിട്ട് താളം വിട്ടാ മതി. അപ്പളേക്ക് അടിച്ചിട്ട് താളം വിട്ടാ അതല്ലത്. തമിഴില് പറഞ്ഞു, തമിഴിനായിരിക്കും എന്താ ഭയം ഇവർക്ക്. വേണേ വോയിസ് ചേഞ്ചർ. അല്ല ഞാൻ ചോദിക്കട്ടെ, സ്റ്റൈൽസിന് എന്തിനാടി പഠിച്ചിട്ടെ? അവളുടെ കൂടെ നടന്നേന്. അന്ന് ഒരു കാര്യം നീ അവളുടെ അടുത്തില്ലേ, എന്നിട്ട് അവളോട് സംസാരിക്കും. അവൻ വരുമ്പോ അവനെ അടിച്ചത് എന്താ പറയാ? അങ്ങനെ വേണ്ട. അപ്പൊ അവൻ വിചാരിക്കും എങ്ങനെ വന്നേന്ന് വിചാരിക്കും. അല്ല അവളുടെ അടുത്ത് ചുമ്മാ അവള് വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞേ. എന്റെ നമ്പരൊന്നും ഇല്ലേ? അറിയാവുന്ന നീ ഇങ്ങനെ ചോദിക്കും, ഓളെ പേരിട്ടിട്ട് ഡ്രോപ്പ് നമ്പർ പറ. അപ്പൊ ടിവിക്കാർ മൊത്തം ചോദിക്കാൻ തുടങ്ങും. ആ കുണ്ണ വരുമോ നോക്കാം. അനോണില് ചോദിച്ചാൽ മതി, അനോണിലെ അല്ലാണ്ട് ട്വിറ്ററിന്റെ സ്റ്റൈൽസ് മയിര് പണ്ണു. ഇനി അടുത്ത കോണയും കൂടി കേൾക്കുന്ന കേട്ടിട്ടുണ്ടാവും നിന്റെ സ്റ്റൈൽസേ. നിന്റെ കേറി കാണോടോ? അവൻ വന്ന് കാണും. ഇല്ല അവൻ വന്ന് കാണാം ഉറപ്പാ വന്ന് കാണും. എടാ ഹെൽമെറ്റ് ഇട്ടോണ്ടാ വന്നേ, കോപ്പ്. എന്താ ചെയ്യേണ്ടതെന്ന് പറ. അവിടെ പോയി കഴിഞ്ഞാൽ മെറ്റേന്ന് പറയും. അവിടെ പോയി കഴിഞ്ഞാൽ മെറ്റേന്ന് വണ്ടി എടുത്ത് ഇറങ്ങട്ടെ, അപ്പൊ ഇടിച്ചാ മതി. വണ്ടി എടുത്ത് ഇറങ്ങുന്നവരെ വെയിറ്റ്. എടാ നീ ഉണ്ടല്ലോ, എടാ സ്റ്റൈൽസേ ഇതിന്റെ എൻട്രൻസിൽ അങ്ങാണ്ട് വണ്ടി വെച്ച് ഓർ കാണാത്ത രീതിയിൽ വണ്ടി വെച്ചിരി. അതാകുമ്പോ ഓർ ഏത് സൈഡിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമുക്ക് മനസ്സിലാവല്ലോ. അപ്പുറത്തും കൂടെ പോയാലാ. എടാ സ്റ്റൈൽസ് നമ്മള് പറഞ്ഞു സ്റ്റൈൽസ് ഇപ്പൊ യൂട്യൂബ് നോക്കാണ്ട് സിറ്റി കയറി. ഞാൻ സിറ്റിയിലുണ്ടാ ഞാൻ ഇവിടെ നിൽക്കണ്ട്. അതുകൊണ്ട് അവര് വരട്ടെ. അവിടെ വെയിറ്റ് ചെയ്യാം. അവൻ നമ്മള് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയാൽ മതി. ഒന്നോ ലൈവ് ഡിലേ സ്റ്റൈൽസിന് കാണാം. അവന്റെ ലൈവില് ഡിലേ ഇല്ലെന്ന് തോന്നുന്നു. അവന്റെ ലൈവ് എടുത്ത് അവന്റെ ലൈവ് ഡിലേ ഉണ്ട്. അവന്റെ ലൈവിന് ഡിലേ ആയതെന്ന് തോന്നുന്നു. അവിടെ നല്ല ഡിലേ ഉണ്ട്. അന്ന് ഇവന്റെ നല്ല ഡിലേ ഉണ്ട്. നേരത്തെ ഞാൻ കണ്ടോ. നീ പൂർണ്ണ ചാനൽ സബ്സ്ക്രൈബ് അവനെ എല്ലാം പോട്ടെ. ഞാൻ പോയി ഒന്നും നോക്കണ്ട. ഞാൻ പോയി ഒറ്റ അടി അടിച്ചിട്ട് വരട്ടെ. ഞാൻ പറയുന്നത് അതങ്ങ് അടിച്ചു ഒരു ദിവസം ബാൻ ഉണ്ടാവുള്ളൂ. അല്ല ഇപ്പൊ എന്തായാലും സേഫ് സോൺ അല്ലേ, നിനക്ക് എന്തായാലും ബാങ്ക് കിട്ടത്തില്ലേ? അതാണ് പറഞ്ഞ എന്തായാലും ബാങ്ക് കിട്ടും. എന്നാ ഒരു കാര്യം നീ പോയി അടി, കാര്യം തീർന്നു. സേഫ് സോൺ അടിച്ചാലും ബാനാ. പോയി അടി. അല്ല എന്തായാലും ഇതാണ് പറഞ്ഞാലും അടിച്ചു. എന്നിട്ട് നീയും വലിച്ചേക്ക് കേട്ടോ ടിക്കറ്റ്. എന്തായാലും ബാങ്ക് കിട്ടും. അപ്പൊ ഇതിനങ്ങ് അടിച്ചോ. പെറ്റിക്കും കൂടെ ഉള്ളത് കിട്ടും, വാങ്ങിച്ചോ. നടന്നു പോയി ഓടി തിരിച്ചു വരണം. ലെഫ്റ്റ് കൂടെ പോ അതിലേ പോണ. ലെഫ്റ്റ് കൂടെ പോയാൽ അവൻ കാണുമായിരിക്കും കേറി. അല്ല നീ കൊണക്കുന്നില്ലേ? വേഗം പോണേ.
കൊണച്ചു 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 വണ്ടി എടുത്ത് കുറച്ച് വണ്ടി എടുത്ത് വേഗം കൊണക്കട കുണ്ണേ ചെല്ലി കൊണ കൊണ വേഗം 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 ബ്രോ കണ്ടുള്ളപ്പോ സംസാരിക്കും നീ പറഞ്ഞില്ല ഇപ്പൊ സംസാരിക്കണം കേട്ടോ വാണിങ് നിനക്ക് വാലിനെ വച്ചരാം കേട്ടോ നിന്റെ വാലിനെ വച്ചരാം ബ്രോ പേര് മനസ്സിലായോ മനസ്സിലായോ ടി വി എത്തിയിട്ടമ്മ കിടക്കാം അങ്ങോട്ട് അവളെ അടിച്ചോ നീ കൂടുതലും ഉണക്കണം അവളെയും ഡയലോഗ് അടിക്കാതെ വേണ്ട വേണ്ട അടുത്ത പെർമനന്റ് പെർമനന്റ് ഒന്നും കിട്ടത്തില്ല മെറ്റക്ക് പെർമനന്റ് ഇല്ല അവന്റെ മുമ്പ് പോണ്ടല്ലോ ടിക്കറ്റ് വിളിക്കാൻ പോവാ അവൻ മെറ്റാന്ന് കണ്ടാ മെറ്റ ഈഗളിന്റെ വീട്ടിൽ പോവാ അവന്മാരെ വിളിച്ചേട്ടാ അത് സ്റ്റൈൽസ് നീ ഇനി F8 അടിച്ചോ അവന്റെ മോന്റെ സങ്കടം കണ്ടോ മെറ്റ അടിച്ച് വന്ന് കൊന്ന് മെറ്റ സ്റ്റൈൽസ് വിളിച്ച് പറമ്പ് വിളിച്ച് എടാ സൈസ് നീയും പോയി വലിച്ചേ ടിക്കറ്റ് സ്റ്റൈൽസ് OP എന്നൊക്കെ ഇട്ടിരിക്കണ്ടാ ടിക്കറ്റ് സ്റ്റൈൽസിന് പോവില്ല ഇങ്ങനല്ല സ്റ്റൈൽസിന്റെ RDM എവിടെ RDM അറിയാമാണ് റാൻഡം മാച്ച് ഒരു കാര്യമില്ലല്ലോ ഇവരടിച്ചിട്ട് കത്തിച്ചായിരുന്നു വിഷമം കൊണ്ട് ഒരു കണ്ണീര് നിന്നെ കത്തിച്ചല്ലോ അപ്പൊ നീ പറഞ്ഞ നിന്നെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞേ നിന്നെ ഓർമ്മിച്ചെന്ന് പറഞ്ഞാ മതി ആരില് ഒരുത്ത ചാറ്റ് ഇട്ടേക്കുന്നൊക്കെ നായോളി എടാ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല സെറ്റായിരുന്നു ആ റോട്ടിൽ നിൽക്കുന്ന സമയത്ത് വന്ന് ചെയ്താൽ മതി കറക്റ്റ് മെറ്റായിരുന്നു അതല്ല ഞാൻ നിന്റെ അടുത്തൊക്കെ ഇത്ര നേരം പറഞ്ഞു പയണം എന്തായാലും നിനക്ക് ബാങ്ക് കിട്ടും കാരണം സേഫ് സോൺ സിറ്റി നോക്കണ്ട അത് നോക്കണ്ട എന്റെ മൂത്ത വിഷമം നോക്കിയാടാ സന്തോഷമായില്ലേ വിഷയം മാറ്റുന്നുണ്ടോ അവളെന്താ പറയുന്നത് നോക്കട്ടെ അവന്റെ ഒരു പല്ലെന്തി നീ എന്തിനാ അവളെ അടിച്ചത് അവളെ അടിക്കട്ടെ നിനക്ക് അറിയാവുന്ന ആരോ ആണെന്നില്ല മുമ്പോട്ട് ആ കൊണ്ണ അയ്യോ എന്താണ് ഇത് അയ്യോ എനിക്ക് ആരെയില്ലാത്തോണ്ടാണ് നമുക്ക് ഉണ്ടല്ല ഞാൻ ചോദിക്കുന്ന ഫ്രണ്ട് നിക്ക് അവസരം ഞാൻ ചോദിച്ചിട്ട് അവസരം കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ ഇപ്പഴേ കേൾക്കാം മയില് അതാ ഡോറിന്ന് ഇറങ്ങി ഡോറൊക്കെ അടച്ചിറങ്ങി അതിന്റെ റീസൺ അല്ലേ ഞാൻ പറഞ്ഞേക്കുന്നേ ഇപ്പൊ കിട്ടി കേട്ടോ തലക്ക് വീട്ടിലുണ്ടല്ലേ കാണുന്നില്ല അവൾക്കാ കരച്ചില് അയ്യോ കിരിച്ചിട്ടായി അതിന്റെ റീസൺ അല്ലേ ഞാൻ പറഞ്ഞേക്കുന്നേ മുഖം മാറുന്നത് അതെ ഇതെന്താ അനങ്ങാൻ നിക്കുന്നുണ്ടോ ഇപ്പൊ ഓടിക്കോ ഓട്ടം അവളുടെ മുഖത്ത് ദേഷ്യം കണ്ടോ എന്റെ ഏട്ടായി അടിച്ചു തലക്ക് വരും 1 ഹെഡ് എടുത്തിട്ട് ഇവിടെ 1 ഹെഡ് പോരാടാ ഓടി വന്ന് താളം വിടാൻ തന്നെയാ ചത്ത പെരങ്ങി ഇതിട്ടാ ബാക്കി പ്ലേ പ്ലേ ഓ മൈ ഗാഡ് ദേഷ്യം അയ്യോ പോണ ഏതാ മസിലൊന്നും കാണാനില്ലല്ലോ വിഷമം എന്റെ ഏട്ടായുടെ കുണ്ണ ഇപ്പൊ എന്റെ വായിലിരുന്നേനെ നീയൊക്കെ ഒന്ന് മുടക്കിയത് അതല്ലടാ മൈക്ക് കാണാനായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത് ഫുള്ള് നിരപ്പാണല്ലോ ഒരാളില് മൾട്ടി ഡാഡി ഡിസോർഡർ ഉള്ള ഒരുത്തനാണ് സോ ടിക്കറ്റ് വലിച്ചാലും കൊടുക്കണം മെറ്റ പ്ലസ് ആർഡിയം പ്ലസ് സേഫ് സോൺ ടിക്കറ്റ് സ്റ്റൈൽസ് നീ ടിക്കറ്റ് പറഞ്ഞ ഒഴിവാക്കണമെങ്കിൽ നിന്റെ ആളത്ത് സ്റ്റൈൽസ് ടിക്കറ്റ് വലിച്ചിട്ട് ഒരു കാര്യമില്ല കപ്പ് കേക്ക് അതെന്താ കാര്യമില്ലെന്ന് അവള് പറഞ്ഞേ അവളെ ഒരു വട്ടം അവനത് DM തെളിവിച്ചല്ലേ ഇവൻ അവളെ പറഞ്ഞത്
അവളിപ്പോ കരയില്ലടാ മേരി. മരിച്ച് വെയിറ്റ് പോട്ടെ മുമ്പ് പോട്ടെ ലൈവ് എന്നെ കൊന്നല്ലോ അവൻ. അതാരാ അയ്യേ അടാ വലി ഇത് ഇതാക്കിട്ട് വലിയ ബെറ്റ ഗെയിം ഒരു FRP വലിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. VC വലിക്ക് കുറച്ച് ഡേയ്സ് എനിക്കും പുറത്തിരിക്കും. എങ്കിലും പുറത്തിരിക്കട്ടെ. വലിച്ചിട്ടേക്ക് 2 മണിയായിട്ട് സേഫ് സോൺ ആണ്. അമല വലിച്ചിട്ടേക്ക് 2 മണി. സ്റ്റൈൽസ് ലൂബ സ്റ്റീവ് അലക്സാണ്ടർ ഇതാ ഇപ്പൊ എണ്ണ അടിച്ചിട്ട് പോകുന്നേ. ഇതാരെ? അതേ വരുന്നു. നാച്ചുറൽ എന്തുപറ്റി? ഇവിടെ കിടക്കുവാണോ? കുട്ടി എന്തുപറ്റി? അത് ഹോസ്പിറ്റലിൽ എത്തിക്കണോ? എത്തിക്കാൻ പറ്റുമോ? അതാരാ? അത് സ്റ്റീവ് അലക്സാണ്ടർ. ഏതാ മെറ്റാ? എടാ എത്തിക്കാവോ? ഹോസ്പിറ്റലിൽ എത്തിക്കാവോ? ഹലോ കേക്കാവോ? എടാ ലൈവ് അല്ലടാ, നീ ബാക്കിലോട്ട് ആക്കി വെച്ചേക്കുക. എടാ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ? എപ്പോൾ മെറ്റാ ഗെയിമിംഗ് വീഡിയം ഐ വോണ്ട് ആക്ഷൻസ് നൗ. ഇപ്പഴേ പോയിരിക്കുന്നടാ മീറ്റിംഗില്. എന്റെ കൊല. രാത്രി 2:15 ഏത് അഡ്മിൻ? അതിനെ രാത്രി 2:15 കളവ സൊള്ളാൻ വന്നിട്ട് പൂറി പോയി. എടാ ഞാൻ രാത്രി 2:15 ഏത് അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പൊട്ടനൊക്കെ പോയിട്ട് ഡിസ്കോഡിൽ പോയിരിക്കുന്നിട്ട് പിന്നെ അതാ ബുദ്ധിയില്ല. പാപ്പനെ വിളിക്കോ ഇപ്പൊ ഫോണില്? ഞാൻ ലൈവ് ഇട്ടല്ലേ ഇപ്പൊ. പക്ഷെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഡിസ്കോഡിന്റെ പേരൊക്കെ. അപ്പൊ മൈക്ക് നമുക്ക് അങ്ങോട്ട്. ഞാൻ ചുമ്മാ ലൈവ് ഒന്നും എടാ ഇവനെ അടിക്കണം തെറ്റി അടിക്കണം തെറ്റ. ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് ലൈവിലുണ്ടാവും പ്രത്യേക ഭൂമി. കുഴപ്പമില്ല, നമുക്കൊരു സൊല്യൂഷൻ ആണ്. അതൊരു സൊല്യൂഷൻ ആണ്. ആണ്. എടാ ഇങ്ങോട്ട് വന്നേ, ആളെ കെട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. ഇവനെന്താ ചെയ്ത് ആകാൻ തൊട്ടെന്ന് കാണിച്ച്? ഇവനെന്താ പറഞ്ഞേ? ഫോൺ എടുക്കട്ടെ, എന്നിട്ട് അവള് പറയുന്നത് എന്താന്ന് അതനുസരിച്ച് ചെയ്യാം. ഇത് കള അടിച്ചാളാ. ബ്ലൂ വരാ. ഹലോ ഇവിടെ എന്താ സംഭവം? നീ എവിടാ? എനിക്ക് ഇവിടെ എന്തൊക്കെയോ സ്ക്രീൻ ഒന്നും വരുന്നില്ല. ഞാൻ പെട്ടിരിക്കുവാ. എവിടെയാ നിക്കുന്നേ? ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ പുറത്തോട്ട് വരുന്നുണ്ട്. ഇതന്നെ അവൻ എവിടെയാ? ഇവിടെ പറഞ്ഞോ നീ സെൽസോപ്പിയുടെ കൂടെ? തുടങ്ങി. നിനക്ക് പ്രശ്നം എന്താ? വിളിച്ചാ നിക്കത്തില്ലേ നീ? അവിടെ സംസാരിക്കുന്ന ഇടയിൽ വണ്ടി കൊണ്ട് ചിരിക്കേണ്ട ആവശ്യം തോന്നുന്നു നിനക്ക്? എടാ ഇങ്ങോട്ട് വന്നേ, ആളെ കെട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. ഈ കിഴങ്ങന ഇങ്ങോട്ടോ. നിനക്ക് പ്രശ്നം എന്താണ്? നമ്മൾ സംസാരിക്കുന്നവരെ കണ്ടു. ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ ഇവളും അവനും കൂടെ മറ്റേ മുതുക്കിന്റെ മേളിൽ നിൽക്കുമായിരുന്നു. ഞാൻ അവിടെ ഒരു ചെറിയൊരു പിറ്റിങ് നടത്തിട്ട് ഞാൻ നേരെ ജെട്ടിന്റെ അവിടെ ജെട്ടി ബിൽഡിംഗാണ് വരുന്നത്. ഞാൻ അവിടെ നിന്ന് ചാടാൻ വേണ്ടി ഇല്ല ചേസ് വരുന്നിട്ട് അവിടെ ഫയറിങ് ആയി. ഞാൻ ഓൾറെഡി അവിടെ വേറെ ഒരുത്തരം വണ്ടി അടിച്ച് ടയറൊക്കെ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ചേസിംഗിൽ ഇവിടെ ചാടാൻ വേണ്ടി വന്നേ. നീയാണോ വന്ന് ഇടിക്കുന്നത്? ആടാ ആ വണ്ടിയിൽ ഇതാണ്ട് ഞാൻ ചാടാൻ വേണ്ടി പോയി. പറയട്ടെ, എന്തോ ലക്കുണ്ടോ നമുക്ക്? ഇതാര്? എടാ നിനക്ക് എന്താ പ്രശ്നം?
വണ്ടി താഴെ കിടപ്പുണ്ട്. വണ്ടി പോയി. വണ്ടി താഴെ കിടപ്പുണ്ട്. എവിടെ ഞാൻ കാണുന്നില്ല. ഇത് കടി കേട്ടി. വെറുതെ ഇരുന്നെടാ. അവളെ നല്ല ഇവരെ അടിക്കോടോ നീ? ഇല്ലില്ല ഇവനെ അടിച്ചോണ്ട് ഇടയ്ക്ക് വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൾക്ക് പൊളിഞ്ഞേട്ടാ. നീ അവിടെ പൊന്നാളിയാ നീ അവിടെ തീർന്ന്. പിടിച്ചാണ് നിൽക്കുന്നത്. സ്റ്റൈൽസ് പറഞ്ഞിട്ട് പോയതുണ്ടോ? നീ അവിടെ ഇല്ലെന്ന്. ബാക്കി ഇവനെന്താ ചെയ്യുന്നു? ഹലോ ഫോൺ എടുക്കാതെ ചെവി വെക്കുന്നു. പറയടാ. എടാ വണ്ടി ഇടിച്ച് താഴെ ഇട്ടത് ഓക്കെ. ബ്ലൂ കളറാ. എന്നിട്ട് ഇനി അടുത്ത സീൻ വെക്ക്, അടുത്ത സീൻ വെക്ക്. ബ്ലൂ ആ ഒരു ഷെയ്ഡ് വരുന്നത്. എന്റെ ബ്രോ ഞാൻ സംസാരിക്കല്ലേ അവളുടെ അടുത്ത്. ഇടയിൽ വണ്ടി കൊണ്ട് ചിരിക്കേണ്ട ആവശ്യം തോന്നുന്നു നിനക്ക്. എടാ ഇങ്ങോട്ട് വന്നേ, ആളെ കെട്ടിട്ട് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. നിന്റെ പേരിൽ സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ടോ. ഗ്യാങ് സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാ? നിനക്ക് പ്രശ്നം എന്താണ്? നമ്മൾ സംസാരിക്കാൻ കണ്ടൂടെ? ഇടിച്ചിടേണ്ട ആവശ്യം തോന്നുന്നു നിനക്ക്. ഇവന് വിളിച്ചാ നിക്കാൻ ഭയങ്കര പ്രശ്നമാടാ. എന്നിട്ട് താളം എവിടെയാ അവന്റെ? ഞാൻ ഇതെടുക്കാൻ നീ എന്തിനാ നമ്മളവിടെ നിന്നപ്പോഴേക്ക് ഇടിച്ച് താഴെ ഇട്ട്? അത് പറഞ്ഞു. എന്റെ ബ്രോ ഞാൻ സംസാരിക്കല്ലേ അവളുടെ അടുത്ത്. കണ്ടുകൂടാ നിനക്ക്? നിന്റെ അടുത്ത് നിക്കാൻ പറഞ്ഞാൽ നിക്കാൻ പ്രശ്നം എന്തുവാണ് നിനക്ക്? മുടി വളർത്തിയത് കുറച്ച് അധികം കൂടെ ഉണ്ട് കേട്ടാ. അതാ കുറച്ചധികം വാല് കേറുന്നുണ്ട്. നീ അല്ല റാഷാന്നല്ലേ പേര്? ഞങ്ങളവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ വണ്ടിയായിട്ട് വന്ന് എന്റെ അതാ ഞാൻ ചോദിക്കണേ. നിന്നെ ഇടിച്ചിട്ട് താഴെ ഇടണ്ട. നമ്മള് സംസാരിച്ചോണ്ടിരിക്കല്ലേ, അതിന്റെ ഇടയിൽ കൂടെ വന്ന് അലമ്പുണ്ടാക്കേണ്ട ആവശ്യം എന്തോ ഇവന്? അതാണ് ഞാൻ ചോദിക്കണേ. ഇങ്ങനത്തെ കണ്ട കിഴങ്ങന്മാരുടെ അടുത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ട ആവശ്യം എന്തുവാണ്? ഇതുകൊണ്ട് തന്നെയാണ് ഈ കിഴങ്ങന്മാർ പറഞ്ഞത്. നീ അറിയും, നീ അറിയും. അല്ല ഇവരാരാ അത് പറയാൻ? ഫ്രണ്ട്ഷിപ്പ് വെക്കണോ വേണ്ടേ? ആണല്ലോടാ, ഇവരാണൊന്ന് കാണണം. ഇതാണോ പുതിയ അപരാധം എടുത്ത്? എനിക്കിനും ഇഷ്ടപ്പെടുന്നില്ല. കണ്ടിട്ട് പിടിക്കണോക്കെയാണോ നീ? അവന് എയിം ചെയ്യാൻ പോലും പറ്റുന്നില്ല. അയ്യേ അതെന്തുവാ? അല്ല വിളിച്ച പിന്നെ വേറെ സാധനം ഉണ്ട് മുച്ചിരിന്റെ. നട്ടലില്ലാതെ വണ്ടി എടുത്തോണ്ട് പോയതാണല്ലോ. നട്ടലില്ലാതെ വണ്ടി എടുത്തോണ്ട് പോയതാണല്ലോ മാസ്. നിനക്ക് വിളിച്ചപ്പോ നിക്കാതെ പോയതാണല്ലോ മാസ്. അതിനുള്ള നട്ടല് പോലും ഇല്ലല്ലോ നിനക്ക് പാട്ടി. വാസ്കോ ചാറ്റില്
ഗ്യാങ് ഏതാ? ഗ്യാങ്ങിലൊന്നുമല്ല, സിറ്റിസൺ. നിന്റെ വായിക്കത്തുള്ള മാസ്ക് ഞാൻ മൊത്തം കേട്ടില്ല. അത് എന്താ പറഞ്ഞേ? ഞാൻ മുഖത്ത് കയറ്റും. അവൻ ബന്ധമില്ലാതെ എന്തൊക്കെയാ പറയുവാടാ. ഓക്കേടാ, ശരി, ഓക്കെ ബാ. മുച്ചിരിയല്ല, ഇവനാണാ ജുഗുരാണോ വന്നേ? കുറച്ചൊട്ട് ബാക്ക് ഒരു 5 സെക്കൻഡ് ബാക്ക് അടിച്ച് 5 സെക്കൻഡ് ബാക്ക് അടിച്ച 5 സെക്കൻഡ് ബാക്ക് അടിക്കുക 5 സെക്കൻഡ് ബാക്ക് അടി നോക്കി തലക്കടിയോ എന്ത് വെച്ച് ബാക്കി വെച്ച് കിരീടെ ഫേസ് ക്യാം വെക്കുക പെണ്ണാട്ടി എടാ ഈ മുച്ചിരിന്റെ വേറെ സാധനം ഉണ്ട്. ഇവ സൊള്ളിക്കൊണ്ടിരിക്കുമ്പോ പുള്ളിക്കരുത്ത് കയറി വരും. എന്റെ വേറെ സാധനം ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. മുച്ചിരിയുടെ മറ്റേ 10ാം ക്ലാസ്സിലെ റിസൾട്ട് എടുത്തോണ്ട് ഒരുത്തനെ മറ്റേ ടിവിയില് റിക്രൂട്ട്മെന്റ് വന്നിട്ട് ഡോർക്കി മുച്ചിരി ജുഗുരുന്നു. അപ്പൊ ഏതൊരുത്തിട്ട് മുച്ചിരി ഉണ്ടാവില്ല, പ്യൂർ ഗൺപോർ എന്നല്ലേ പറഞ്ഞ് മുച്ചിരി ഉണ്ടാവില്ലെന്ന്. ഇത് കണ്ടതിന് ശേഷം ആശാൻ ഫുള്ള് ലൈവ് ഇട്ടിട്ട് പഴയ POV ഇതൊക്കെ എടുത്തിട്ട് TDM മുതൽ ഗ്രൈൻഡിങ്ങാ. പക്ഷെ വാണം ഫുൾ അടി കൊണ്ട് പോകില്ല, അടി കൊള്ളുന്നില്ല പറഞ്ഞിട്ട് TDM ഇറങ്ങും. വെറുതെ അല്ല തോക്കെടുത്ത് വെടിയൊക്കെ കഴിഞ്ഞ കൊള്ളൂലെന്നറിയാം. ബെല്ലാരിൽ എന്തോ കാര്യം പോയിട്ട് ഒറ്റ കൊടുത്തു ഈഗിളിന്. ലാസ്റ്റ് ഈഗിൾ മുമ്പിച്ച് ഇവന് മുമ്പിച്ച്, പക്ഷെ ബെല്ലാരി മുമ്പിച്ച്. റിസൾട്ട് ലൈവ് ഇട്ടവനാണ്. നോക്കണേ ഇവന് അടി കൊള്ളാണ്ട് തെറി വിളിക്കുന്നു. നോക്കണേ കുണ്ണൊക്കെ തീട്ടം രാവിലെ എങ്ങനെ കളിച്ചാന്നറിയാണേ പാറി ലൈവ് കളിക്കാൻ ശരിയാന്നില്ലേ? ഒരു ബേസിക് ഹെഡ് ട്രാക്കിങ്ങിൽ വേണ്ടിയാ ഫയർ പാടാങ്കിൽ ഇത് വേടാ. അത് ബാക്കി എടാ ഞാൻ നല്ല കൊടുത്തല്ലേ. നിനക്കിപ്പോ കിട്ടുന്നില്ല. ബാക്കി കേൾക്കട്ടെ അമ്മ എന്തൊക്കെയാ പോലെ ഈ സിറ്റിസനെ AR എടുത്ത് പിടിക്കാവോ? ഇല്ല, നിന്റെ തന്തേനെ എടുത്ത് വെടിവെക്ക. ഇവനല്ലേ ഏത് കൂതിയോ പണ്ട് കാലം പോയെന്ന് പറഞ്ഞില്ല. അയ്യോ മുന്നേ KKBFിലെ മറ്റേ തെരുവിളി ചുമ്മാ ഒന്ന് തെരു വിളിക്കുന്ന മറ്റേ എലിക്സർ കുണ്ടിന്നൊക്കെ വിളിക്കുന്നവനാണ് ഈ കണ്ടി. പറഞ്ഞിട്ട് പോയ എന്റെ അടുത്ത് ടിവിയെ ചെയ്തിട്ട് എന്തോ പറഞ്ഞിട്ടാ പോയത്. പേര് പറഞ്ഞു അവൻ ചെയ്യാനുള്ള അവന്റെ ധൈര്യം ഇല്ലില്ല വില്ലുമോൻ ഇറങ്ങിയൊന്നുമില്ല അതിന്റെ അകത്ത്. ഞാൻ മെറ്റ അടിക്കും ഗൈസ്. എനിക്ക് വില്ലുമോൻ ഇറങ്ങൂല. ആ കൂതിമണി പട്ടണം മെറ്റ അടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗൈസ്. എല്ലാരും മണ്ണും. അതെ അത്രേ ഉള്ളൂ. ബുധനാഴ്ച ഞാൻ വരും. പെണ്ണിനെ ഇതാക്കാണ്ട് അവന് കിട്ടും. ഡോണ്ട് വറി. വെൽക്കം ടു സ്ട്രീം.
Almost 30 കിട്ടും, എന്തൊരു കിട്ടും? സിറ്റുവേഷൻ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു പറ. അറിയില്ല. എടാ മൈക്കിയും പ്രതി വലിയൊന്നും പോവല്ലോ കേട്ടോ. ഞാൻ എടാ ഒറ്റ മിനിറ്റ് എടാ ഇപ്പൊ വരാവേ. എന്നെ വണ്ടി എടാ വിളിക്കും. നമുക്ക് കൂടി കവരിട്ടാലോ, ചോദിച്ചു പഠിച്ചല്ലേ ഇത്. പറടാ. ഞാൻ ഞാനാണ് ഞാൻ കമന്റ് ഇടാലോ. എന്റെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടല്ലോ ബ്രോ, ചോദിച്ചു മേടിച്ചില്ലേ അമ്പടി കള്ളി മോളെ നീ എവിടെ അടി കൊണ്ട് ഓടിയോ? കാണുന്നുണ്ടാവും. കമന്റ് ഓളി. പണ്ണിയിലേ ഓ ചിവിട്ടാൻ പണ്ണിയിലേ. സപ്പോർട്ട് ചെയ്ത് വലിച്ചാട്ടടിക്കെതിരെ. സാധാരണ ഇവിടെ ടിക്കറ്റിന്റെ ഇതെല്ലാം വന്നത്. അവിടെ വന്നില്ലല്ലോ അല്ലേ. എവിടെയാടാ പോണ്ടേ? ഇതുവരെ ഗെയിമിൽ തിരിച്ചു വരില്ലേ? ഇവിടെ ഒരു സാധനം വന്നെയാണ് നിന്റെ പേരിൽ. അവിടെ ഒരു സാധനം മഞ്ഞയാണെന്ന്. അല്ല അപ്പൊ ഇങ്ങക്കെന്നാ ഞാൻ കമന്റ് ഇട്ടിട്ട് ഇവിടെ അല്ലേ FRPന്റെ എവിടെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉറപ്പ് മറ്റാന്ന് പിന്നെ റീസൺ ക്ലിക്ക് ഈ ഇയർ ഗെയിമിംഗ് ഒക്കെയാടാ. ഇയർ അല്ല കൊണ്ടേ ഇയർ എത്രയായാലും ആൽഫ ഗെയിമിംഗ് തീട്ടെന്ന് പറഞ്ഞേ പിള്ളേര് പൊക്കിക്കോളൂ. പിള്ളേരെയൊക്കെ പണ്ട് കുറച്ച് ആള്. അയ്യോ കീരി അടി കൊണ്ടില്ലേ കീരി സാരില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടാലോ. ലവ് ഫ്രം കെവി. ഫോൺ എടുക്കട്ടെ. മനസ്സിലായില്ല. ഫോൺ ഇപ്പൊ ഓഫ് ആവില്ല. അറിയത്തില്ല. ഇതെന്താ എന്നെ പോലെ മെറ്റടിച്ചല്ല നമ്മള് കളിച്ചത്. സിറ്റി സേഫ് സോൺ കുറച്ച് വർഷമായേ. കുറച്ച് വർഷമായി ആളായി. എന്താണ് ആ കമന്റ് ഒന്ന് വായിച്ചാൽ എനിക്ക് കണ്ടുപിടിക്കുന്നില്ല. സിറ്റി സേഫ് സോൺ അല്ലേ സിറ്റുവേഷൻ ബാങ്ക് ആണ് എന്ന് തോന്നുന്നു. സിറ്റി സേഫ് സോൺ ടൈമിൽ സിറ്റുവേഷൻ നമ്മള് സിറ്റുവേഷൻ എടുത്തില്ല. അതായത് അവനെ ജസ്റ്റ് വരട്ടിയതേ ഉള്ളൂ. മുച്ചിരിയാണ് കൊന്നത്. അത് മുച്ചിരി വാങ്ങിച്ചോളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മുച്ചിരി വാങ്ങിച്ചോളൂ. നമ്മൾ അവന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി മാത്രമേ പോയത്. ഓ അണ്ണൻ മുച്ചിരി വാങ്ങിച്ചോളൂ. അത്രേ ഉള്ളൂ. അവന്റെ പേരിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പ്രശ്നമല്ല. പക്ഷേ ഇപ്പൊ എന്റെ ഈ അക്കൗണ്ട് തള്ളക്കൂടി കേൾക്കണം കേട്ടോ. കമന്റ് ഇട്ടോ ക്യാഷ് കൊടുത്ത് എനിക്ക് പട്ടിയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സംസാരിക്കാൻ അറിയാം കേട്ടോ. ക്യാഷ് കൊടുക്കാനോ? പറഞ്ഞിരുന്നത് അതെ ആർപി കളിച്ചാ തുടങ്ങി. നിനക്ക് ആർപി എന്തെന്ന് അറിഞ്ഞൂടാത്ത ഒരു പയ്യനാണ് നീ. പയ്യനാണ് നീ. നിന്റെ കടിക്കാണ് സ്റ്റൈൽസ് തന്നത്. ഗെറ്റ് ബെറ്റർ. ഇതിനകത്ത് കേറിയ ഗണ്ണ് വെച്ച് എല്ലാരും ആരല്ല ബ്രോ നിന്നെ അടിക്ക. നീ പഴയ ലൈവ് സാരല്ല ബ്രോന്ന്. ഈ ലൈവ് കാണൂല. 4 വർഷം മുന്നത്തെ ലൈവ് കൂടെ എടുത്തിട്ട് കണ്ടു നോക്കണം. അതിനകത്തുണ്ടാവും ആർപി എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്. അതേപോലെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. സിറ്റി കയറിയിട്ട് ഇങ്ങനെ ആൾക്കാരെ മെറ്റടിച്ച് കൊന്നിട്ട് കാര്യമില്ല. ഒരു കമന്റ് കൂടി. സദാചാരം കാണിക്കാൻ പോയി ഊമ്പിന്ന് പറ. അപ്പൊ സ്റ്റൈൽസെ കണ്ടോണ്ടിരിക്കുന്ന എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. കളിക്കുന്ന വലിയ താല്പര്യമില്ല. അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ബാൻ കിട്ടുകയാണെങ്കിൽ വേറെ സിറ്റി പോയി കളിച്ചോ. കളിക്കാനാണ് സിറ്റി ഇല്ലാത്ത. ഡിമൺ സിറ്റി ഉണ്ട്, വേറെ അതൊക്കെ സിറ്റികളുണ്ടല്ലോ ഇപ്പൊ പുതിയ. അവിടെയൊക്കെ പോയി കളിക്കാം. വീട്ടിലും പോയി കളിക്കാം. ആരെങ്കിലൊക്കെ താങ്ങി നടക്കടേ. ഗ്യാങ്ങിനൊന്ന് ചൊറിയണ. എടാ അങ്ങോട്ടേക്ക് പോയി താളടിക്കും. FRP വലിച്ചാൽ ആക്ഷൻ ഉണ്ടാകും. എടാ അങ്ങോട്ടേക്ക് പോയി ചൊറിഞ്ഞിട്ട് ഇത്രക്കും കൺവേർട്ട് ചെയ്യുന്ന ഈ കുന്നകളെ എനിക്ക് ഞാൻ എന്റെ അഡ്മിനടുത്ത് പറയും. ഇല്ലടാ വാസ്കോ, അഡ്മിനടുത്ത് പറയും. അഡ്മിനെ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ആരൊക്കെ അടിച്ചു കളഞ്ഞിട്ടുണ്ടാവും. പുണ്യല്ലേ. അവൻ എന്റെ ഫ്രണ്ടിൽ തന്നെ വരണം. പക്ഷെ അവന് കുറച്ച് ലൈവ് എടുത്തപ്പോ തൊട്ട് കാണും. അവനൊരു പല്ല് കാണുന്നില്ലല്ലോ. പാപ്പൻ ഉണ്ടല്ലോ നമുക്ക്. ആരെ പോയ നിങ്ങളൊക്കെ എവിടെയാടാ? സ്റ്റൈൽസ് ആണോ പോയേ? അല്ലല്ല അതെ അതെ. അത് ശരിയാ. ഇവന് സെർവറിൽ നിന്നൊക്കെ കിക്ക് ചെയ്ത് കഴിഞ്ഞാലേ മറ്റവരും പറയും ഡേ സെർവറൊക്കെ അവന്മാരുടെയാണ്, അവന്മാർക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നൊക്കെ പറയുവാണെങ്കിൽ
അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല, അവൻ കളിക്കട്ടെ. അയ്യാ മാരിക്കും സ്റ്റൈൽസ് പക്ഷേ ഇന്നലെ RP SRI എന്നൊന്ന് ടൈറ്റിൽ പഠിച്ചിട്ട് വെച്ച് വന്ന് കളിക്കണം. ലൈവ് ഇട്ടതാ RP എങ്ങനെ കളിക്കാനുള്ളത് ഫൈറ്റിനെയും പഠിച്ചിട്ട് സ്റ്റൈൽസ് വന്ന് ഓപ്പി. കളിക്കണം. അല്ലാതെ എടാ വെറുതെ ആൾക്കാരെ സേഫ് വെറുതെ സോണ് കളിക്കാൻ എടാ കളിക്കല്ലേ, എടാ മനസ്സിലായില്ലേ? എടാ KVക്ക് 7 ദിവസം ബാൻ ഇന്നലെ കിട്ടുന്നില്ല ആ toxic കമന്റിൽ പറഞ്ഞവൻ. ഇവന് സേഫ് സോണിൽ കണ്ണെടുത്ത് അടിച്ചില്ലേ? അറിമാൻ ഇവൻ ടൈമൗട്ട് അത് അടിച്ചോണ്ട് വലിച്ചാൻ കൊടുത്താൽ മതി. സേഫ് സോണിൽ കണ്ണെടുത്ത് അടിച്ചു, ഗ്യാങ് ആക്ഷൻ എടുത്തു, ഗ്യാങ്ങിന് 7 ദിവസം സസ്പെൻഷൻ കിട്ടും. ആരോട് പറയാൻ? മൈക്കിയോടെ പോടാ. പോലെ മെറ്റാ ഗെയിമിംഗ് എല്ലാം വലിച്ചിട്ട് ഇതുവരെ ആക്ഷൻ എടുത്തില്ല, പ്രൂഫ് വരെ കൊടുത്തിട്ടുണ്ടെന്ന്. ആണോ? പിന്നെ ഇവള് തള്ളക്ക് വിളിച്ചിട്ട് 2 FRP ഉണ്ട്, 2 പേര് FRP ഉണ്ട്, എന്റെ ഉണ്ട്. ഇതേപോലെ ഇപ്പം നിനക്കൊരു പെർമനന്റ് കുക്കിംഗ് ആണ്. കഴിച്ചു പോയി കേട്ടാ. എടാ പൃഥ്വിടാ 101. എനിക്ക് എത്ര ദിവസം ബാങ്ക് കിട്ടൂടാ? ഒരു മാസം. ഒരു മാസം ഉള്ളടാ, പേടിക്കൊന്നും വേണ്ട. വില തിരിച്ചു കിട്ടിയില്ലേ, കുഴപ്പമൊന്നുമില്ല. നൈസ് വർക്ക് ബ്രോ, നൈസ് വർക്ക്. ഒരു മാസം ബാൻ എന്തിനി? ഒരു മാസം ഒന്നല്ല, പെർമനന്റ് അടിക്കുന്നൊക്കെയാ പറയുന്നത്. ഞാൻ അപ്പുറത്ത് VC പോയായിരുന്നു. എന്തിന് ഏട് SRR അല്ലെന്ന് തോന്നുന്നു, സിറ്റിസൺ എന്നല്ലേ പറഞ്ഞത്. നീ കാര്യം പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. SRR ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് പേടിക്കും. അജിനക്ക് ശരിയായ പൊട്ടലുണ്ടല്ലേ നിന്റെ അടുത്ത് പോയാ? അവന്റെ കഴപ്പത്തരാന്നുള്ള രീതിയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു മുമ്പില്ലേ? സത്യം പറയാ, കാര്യം പോലെ പറയാൻ